ദാര്യാവേശ് തന്നെയാണ് ആ സാമ്രാജ്യത്തെ ഭരിക്കുവാനായിട്ട് ഇടയായത്. തുടർന്ന് അതിനുശേഷം കോരേശ് എന്ന് പറയുന്നതായ രാജാവ് ഭരണം ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കോരേശിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന പ്രാവചനീയ കാര്യങ്ങളൊക്കെ അല്പമായിട്ട് നാം ചിന്തിപ്പാനായിട്ടിടയായതാണ്. മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ ഭരണാധിപനായിരിക്കുന്ന കോരേശിനെ സംബന്ധിച്ച് താൻ ജനിക്കുന്നതിന് മുൻപ് ഏതാണ്ട് 175 വർഷങ്ങൾക്കപ്പുറത്ത് യെശയ്യാ പ്രവാചകനിലൂടെ തന്റെ പേര് സഹിതം ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. യെശയ്യാ പ്രവചനം 44 അധ്യായത്തിന്റെ അവസാന വാക്യവും 45 അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളൊക്കെ അതേ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന വേദഭാഗങ്ങളാണ്. കോരേശിനെ ദൈവമാണ് ആ സ്ഥാനത്ത് കൊണ്ടുവരുവാനിടയായത്. കാരണം ബാബേലിൽ പ്രവാസികളായി പാർത്തതായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് 70 വർഷം തങ്ങളുടെ പ്രവാസത്തിന്റെ അവസാന സമയത്ത് യെരൂശലേമിൽ ഇടിഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന ആലയം പണിയുന്നതിന് വേണ്ടി മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ ഭരണാധിപനായിരുന്ന കോരേശാണ് അതിൽ ആജ്ഞ, ആലയം പണിയണമെന്നുള്ളതായിരിക്കുന്ന ആജ്ഞ യഹൂദന്മാർക്ക് നൽകുന്നത്. അത് എസ്രായുടെ പുസ്തകം 1 അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ബിംബത്തിന്റെ 2ാം ഭാഗമായിരിക്കുന്ന നെഞ്ചും കൈകളും അത് വെള്ളി കൊണ്ടുള്ളതാണ്. ഇവിടെ 2 കൈകൾ, അതായത് ബിംബത്തിലുള്ളതായിരിക്കുന്ന 2 കൈകൾ മേദ്യ പാർസ്യ എന്ന് പറയുന്നതായിരിക്കുന്ന ഇരു രാജ്യങ്ങളുടെ സംയുക്ത ഭരണത്തെയാണ് ഈ 2 കൈകൾ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, സാധാരണയായിട്ട് മനുഷ്യനോടുള്ള ബന്ധത്തിൽ സ്വാഭാവികമായി ചിന്തിച്ചാൽ ഇടത് കൈയേക്കാൾ വലത് കൈക്ക് കുറച്ചുകൂടെ ബലമുണ്ടെന്നുള്ള ഒരു കരുതൽ, ഒരു ചിന്തയുണ്ട്. ചിലർക്ക് ഇടത് കൈയാണ് വശം, അതല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന്റെ വലങ്കരത്തിന് പ്രാധാന്യമുണ്ട്. അതിനാണ് അല്പം കൂടെ ബലവും ശക്തിയും. അതുകൊണ്ട് വലത് കൈ കാണിക്കുന്നത് മേദ്യ സാമ്രാജ്യത്തെയാണ്. വലത് കൈ കാണിക്കുന്നത് പാർസ്യ രാജ്യത്തെയാണ്. വലത് കൈ പാർസ്യ രാജ്യത്തെയാണ്. എന്ന് പറഞ്ഞാൽ മേദ്യരേക്കാൾ അല്പം കൂടെ ശക്തരായിരുന്നു പാർസികൾ എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയാണ് ഇരു കൈകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം BC 538 മുതൽ BC 330 വരെ ഉള്ളതായ കാലഘട്ടമാണെന്ന് നമ്മൾ മുന്നമേ ചിന്തിച്ചതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ 2 രാജാക്കന്മാരെയാണ് പ്രാരംഭത്തിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആരൊക്കെയാണ്? ദാര്യാവേശും കോരേശും. ഇവർ തമ്മില് അല്പബന്ധമുണ്ടായിരുന്നുവെന്നാണ്
ചരിത്രം പഠിപ്പിക്കുന്നത്. അതായത് കോരേശിന്റെ ചിറ്റപ്പനായിരുന്നു ദാര്യാവേശ്. അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും. BC 536 ആയപ്പോൾ ദാര്യാവേശ് മരിക്കുകയും തുടർന്ന് മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ ഭരണാധിപനായിട്ട് കോരേശ് രംഗപ്രവേശനം ചെയ്തതായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുപോലെ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഭരണം ഏകാധിപത്യ ഭരണമായിരുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിലെ ഭരണം ഏകാധിപത്യ ഭരണമായിരുന്നു. പറഞ്ഞാൽ രാജാവ് പറയുന്നത് പോലെയുള്ളതായ ഭരണമാണ് ബാബിലോൺ സാമ്രാജ്യത്തിൽ നടക്കുവാനായിട്ടിടയായത്. അതേസമയം മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ ഭരണം എന്ന് പറയുന്നത് അത് ഒരു സമിതിയായിരുന്നു. പ്രഭുസമിതി എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കീഴിൽ അനേക പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അവരും കൂടെ ആലോചിച്ചാണ് രാജാവ് ഭരണം നടത്തിയിരുന്നത്. അതാണ് ഈ സാമ്രാജ്യത്തിന്റെ ഒരു പ്രത്യേകത. ഈ സാമ്രാജ്യം അവസാനിക്കാറായ സമയത്ത് അന്നത്തെ രാജാവായിരുന്ന, അതായത് ദാര്യാവേശ് എന്ന് പറയുന്ന മൂന്നാമൻ, ദാര്യാവേശ് മൂന്നാമൻ ഗ്രാനിക്കസ് എന്ന് പറയുന്ന ഒരു നദീതീരത്ത് വെച്ച് ഗ്രീസ് ചക്രവർത്തിയായിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുമായിട്ട് അവരെ കൂട്ടിമുട്ടുവാനായിട്ട് ഇടയായി. അവിടെ വെച്ച് നടന്നതായിരിക്കുന്ന ആ യുദ്ധത്തിൽ ദാര്യാവേശ് മൂന്നാമന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. വീണ്ടും സിറിയ രാജ്യത്ത് വെച്ച് ആർബില്ല, സിറിയയിലുള്ളതായിരിക്കുന്ന ആർബില്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തിൽ ദാര്യാവേശ് പൂർണ്ണമായി തോൽക്കുവാനായിട്ടിടയാകുകയും തുടർന്ന് ഗ്രീസ് സാമ്രാജ്യം നിലവിൽ വരുവാനും ഇടയായെന്നാണ് ഇതിന്റെ ചരിത്രഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ബിംബത്തിന്റെ രണ്ടാം ഭാഗമായിരിക്കുന്ന നെഞ്ചും കൈകളും മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു എന്നും ആ സാമ്രാജ്യം ദാര്യാവേശ് മൂന്നാമന്റെ കാലത്ത് ഗ്രീസ് ചക്രവർത്തിയായിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുമായിട്ട് ഏറ്റുമുട്ടിയതിന്റെ ഫലമായി അവിടെ നിശേഷം പരാജയപ്പെടുവാനായിട്ടിടയാകുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കണം. തുടർന്ന് ബിംബത്തിന്റെ മൂന്നാം ഭാഗമായ വയറും അരയും അത് താമ്രം കൊണ്ടുള്ളതാണെന്നും അത് ഗ്രീസ് സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നുവെന്നും നമ്മൾ നേരത്തെ ചിന്തിച്ച വിഷയമാണ്. ഗ്രീസ് സാമ്രാജ്യത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 330 മുതൽ BC 30 വരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീസ് സാമ്രാജ്യത്തിന്റെ കാലഘട്ടം. ഈ ഗ്രീസ് സാമ്രാജ്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് നാം ശ്രദ്ധിച്ചാൽ അനേക ചെറിയ രാജ്യങ്ങൾ ചേർന്നാണ് ഈ ഗ്രീസ് സാമ്രാജ്യത്തിന്റെ ആരംഭം കുറിക്കുവാനായിട്ട്
ഇടയായത്. ആ കാലത്ത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായിരിക്കുന്ന ഫിലിപ്പ് രാജാവാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അദ്ദേഹമാണ് ഗ്രീസ് സാമ്രാജ്യത്തിന്റെ ആരംഭം കുറിക്കുവാനിടയായത്. ആ കാലത്ത് ചെറിയ ചെറിയ രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു രാജ്യമായിട്ടാണ് ഗ്രീസ് സാമ്രാജ്യത്തെ പ്രാരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഫിലിപ്പ് രാജാവിന്റെ മരണശേഷം, അഥവാ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവിന്റെ മരണശേഷം അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഏതാണ്ട് 20 വയസ്സുള്ള സമയത്താണ് ഗ്രീസ് സാമ്രാജ്യത്തിന്റെ ഭരണം ആരേറ്റെടുത്തത്? അലക്സാണ്ടർ ചക്രവർത്തി ഏറ്റെടുക്കുവാനായിട്ട് ഇടയായത്. അങ്ങനെ 20 വയസ്സിൽ ഭരണം ഏറ്റെടുത്തതായിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി ഏതാണ്ട് 13 വർഷം ഗ്രീസ് സാമ്രാജ്യത്തെ ഭരിക്കുകയും തൻ്റെ 33-ാമത്തെ വയസ്സിൽ താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുവാനായിട്ട് ഇടയായി. അസാധാരണമായ ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. 20-ാമത്തെ വയസ്സിൽ താന് ഭരണം ഏറ്റെടുത്ത് 13 വർഷം താൻ ഭരണം നടത്തി. നല്ല പ്രായത്തിൽ, 33 വയസ്സുള്ള പ്രായത്തിൽ അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ 13 വർഷത്തെ കാലയളവിനുള്ളിൽ അനേക രാജ്യങ്ങൾ താന് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി വെട്ടിപ്പിടിക്കുവാനായിട്ട് ഇടയായി. ആ തൻ്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ തൻ്റെ ആയുസ്സിന്റെ അവസാന സമയത്താണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുവാനിടയായി. യുദ്ധം ചെയ്ത് ഗ്രീസിൽ നിന്ന് യാത്ര തിരിച്ച് അനേക രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിൽ വരുവാനിടയായി. ഇന്ത്യയിൽ വന്ന് താൻ ഇവിടുത്തെ ഒരു നദിയിൽ കുളിച്ചതിന്റെ ഫലമായിട്ട് പനി പിടിച്ച്, അങ്ങനെ പനിയായിട്ട് തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങുന്ന അവസരത്തിലാണ് മടക്കയാത്രയിൽ വെച്ച് താൻ മരണപ്പെടുവാനായിട്ടിടയായതെന്നാണ് ആ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ 33 വയസ്സുള്ളതായിരിക്കുന്ന അവസരത്തിൽ താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ആ തൻ്റെ സാമ്രാജ്യം, അതായത് ഗ്രീസ് സാമ്രാജ്യം വിപുലപ്പെട്ട് ആ ബിംബത്തിന്റെ 3-ാം ഭാഗമായി കാണിക്കുന്നതായ വയറുവരയും താമ്രം കൊണ്ടുള്ളതായ ഭാഗമാണെന്ന് കാണിക്കുമ്പോൾ തന്നെ 3-ാമത്തെ സാമ്രാജ്യമായി ഗ്രീക്ക് സാമ്രാജ്യം ലോകത്തിൽ അഭ്യുന്നതി പ്രാപിക്കുകയും ആ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് താൻ 13 വർഷം ലോകത്തിൽ ഭരിക്കുകയും ചെയ്ത ശേഷം താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി. അങ്ങനെ തൻ്റെ 33-ാമത്തെ വയസ്സിൽ താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അവസരത്തിൽ തൻ്റെ സാമ്രാജ്യം, തൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന 4 സൈന്യാധിപന്മാര് അത് വിഭാഗിച്ചെടുക്കുവാനായിട്ടിടയായി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ 4 സൈന്യാധിപന്മാർ തൻ്റെ കീഴിലുണ്ടായിരുന്ന ഈ സാമ്രാജ്യം എന്ത് ചെയ്തു? വീതിച്ച് അല്ലെങ്കിൽ വിഭാഗിച്ചെടുക്കുവാനായിട്ട് ഇടയായി. ആ 4 പേരുടെ പേര് ഞാനൊന്ന് പറയാം. 4 പേരുടെ പേര് നമുക്കത് വീണ്ടും 7-ാം അധ്യായത്തിൽ പഠിക്കാനുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു ഭാഗമാണെന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 4 സൈന്യാധിപന്മാരുടെ പേരുകൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെ
സൈന്യാധിപന്റെ പേര് കസാൻഡർ എന്നാണ്. കസാൻഡർ. രണ്ടാമത്തെ സൈന്യാധിപന്റെ പേര് ലിസിമാക്കസ്. ലിസി, നമ്മുടെ സഹോദരിമാർക്ക് ലിസി എന്ന് പേരുണ്ടല്ലോ, അതോടെ ചേർത്തങ്ങ് എഴുതിയാൽ മതി. ലിസിമാക്കസ്. ലിസിമാക്കസ്. അതുകൊണ്ട് അത് ഒരു സ്ത്രീ ആണെന്നൊന്നും ഓർത്തേക്കരുത്, അതൊരു സൈന്യാധിപന്റെ പേരാ, ലിസിമാക്കസ്. മൂന്നാമത്തെ സൈന്യാധിപന്റെ പേര് സെലൂക്കസ്. സെലൂക്കസ്. നാലാമത്തെ സൈന്യാധിപന്റെ പേര് ടോളമി. ടോളമി. കസാൻഡർ, ലിസിമാക്കസ്, സെലൂക്കസ്, ടോളമി. ഇങ്ങനെ 4 സൈന്യാധിപന്മാരുടെ കീഴിൽ തന്റെ സാമ്രാജ്യം എന്ത് ചെയ്തു? വിഭാഗിക്കപ്പെടുവാനായിട്ട് ഇടയായി. മാത്രമല്ല, ഈ ബിംബത്തിന്റെ 3-ാം ഭാഗം വയറും അരയും ഏത് ലോഹമാണ്? താമ്രം അഥവാ പിച്ചള, താമ്രം. അതോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈന്യം ധരിച്ചിരുന്ന ശിരസ്ത്രവും അവരുടെ പടച്ചട്ടയും താമ്രം കൊണ്ടുള്ളതായിരുന്നുവെന്നും ഈ അവസരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നെബൂഖദ്നേസർ രാജാവ് BC 606 എന്ന് പറയുന്ന കാലത്ത് താന് സ്വപ്നം കണ്ടതായിരിക്കുന്ന ആ സ്വപ്നത്തിൽ താമ്രം കൊണ്ടുള്ള വയറും അരയും താന് കണ്ടുവെങ്കിൽ, പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തിയെയും ഗ്രീസ് സാമ്രാജ്യത്തെയുമാണത് സൂചിപ്പിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും എത്ര അച്ചട്ടായിട്ടായിരുന്നുവെന്ന് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതായ ഭാഗങ്ങളാണ്. അങ്ങനെ മൂന്നാം ഭാഗമായിരിക്കുന്ന വയറുവരയും ഗ്രീസ് സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ആ ഗ്രീസ് സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളുമാണ് നമുക്ക് ഇതുവരെയും ചിന്തിപ്പാനായിട്ട് ഇടയായത്. ഇനിയും ബിംബത്തിന്റെ 4-ാം ഭാഗം ഇരുമ്പ് കൊണ്ടുള്ള തുട, അതായത് ബിംബത്തിന്റെ 4-ാം ഭാഗമായിരിക്കുന്ന തുട ഇരുമ്പ് കൊണ്ടുള്ളതാണ്. അത് റോമാ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. റോമാ സാമ്രാജ്യം കാലഘട്ടം നമ്മൾ നേരത്തെ എഴുതിയതാണ്. BC 30 മുതൽ AD 364 വരെയുള്ള കാലഘട്ടമായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം. BC 30 മുതൽ AD 364 വരെയുള്ളതായ കാലഘട്ടമാണ് റോമാ സാമ്രാജ്യത്തിന്റെ കാലഘട്ടമെന്ന് നമ്മൾ മുന്നമേ ചിന്തിച്ചതായിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇരുമ്പ് ഉരുക്കായിട്ട് രൂപപ്പെട്ടാൽ എല്ലാറ്റിനെയും തകർക്കുവാൻ ശക്തിയുള്ള ഒരു ലോഹമായി മാറുന്നത് പോലെ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു ഉരുക്ക് സാമ്രാജ്യമായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അവരുടെ ഭരണാധിപന്മാരും അവരുടെ നിയമങ്ങളൊക്കെ ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തമായിരുന്നുവെന്നാണ് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നതായ കാര്യം. അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ഏതാണ്ട് 753 വർഷങ്ങൾക്കപ്പുറത്താണ്, ഇറ്റലിയിലാണ്
ഈ റോമാ സാമ്രാജ്യത്തിന്റെ ആരംഭം കുറിക്കുവാനായിട്ട് ഇടയായത്. ഇറ്റലിയിലെ ടൈബർ എന്ന് പറയുന്ന നദീതീരത്ത് രണ്ട് സഹോദരന്മാര് ജീവിച്ചിരുന്നു. അവരുടെ പേര് പറയാം. റോമുലസ് എന്ന് പറയുന്ന ഒരു സഹോദരനും റെമോസ് എന്ന് പറയുന്ന മറ്റൊരു സഹോദരനും. ഇവര് രണ്ടുപേരും സ്വന്തം സഹോദരന്മാരാണ്. അവരാണ് ഈ റോമാ സാമ്രാജ്യത്തിന്റെ ആരംഭം കുറിക്കുവാനായിട്ട് ഇടയായതെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്നുകൂടെ പറയാമോ ആ ചരിത്രം? അതായത് യേശുക്രിസ്തുവിന് മുൻപ് 753 വർഷങ്ങൾക്കപ്പുറത്ത് ഇറ്റലിയിലെ ടൈബർ ടൈഗർ അല്ല കേട്ടോ, ടൈഗർ പട്ടിയുടെ പേരാ. ടൈബർ എന്ന് പറയുന്ന നദീതീരത്ത് രണ്ട് സഹോദരന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. ആ സഹോദരന്മാരുടെ പേരുകൾ പറയാം. ഒന്ന് റോമുലസ്, മറ്റൊന്ന് റെമൂസ്. അങ്ങനെ ഈ രണ്ട് സഹോദരന്മാരാണ് ടൈബർ എന്ന് പറയുന്ന നദീതീരത്ത് ഒരു പട്ടണം പണി ആരംഭിച്ചത്. എന്നാൽ അത് പുരോഗമിച്ച് ആ പ്രദേശത്തുള്ളതായിരിക്കുന്ന 7 മലകളിൽ കൂട്ടി യോജിപ്പിച്ച് റോമാ പട്ടണം ഇവർക്ക് തുടർന്ന് പണിയുവാനായിട്ട് സാധിച്ചു. ടൈബർ നദീതീരത്താണ് പണി ആരംഭിച്ചതെങ്കിലും പിന്നീട് അത് പണിത് 7 മലകളിൽ ഈ പട്ടണം പണിത് അത് വ്യാപിപ്പിക്കുവാനായിട്ട് അവർക്കിടയായി. അങ്ങനെ 7 മലകൾ കൂട്ടിച്ചേർത്ത് പണിതിരിക്കുന്നതായ ഒരു വലിയ പട്ടണമാണ് ഏത്? റോമാ പട്ടണം എന്ന് മറന്നു പോകരുത്. ഞാന് ആ 7 മലകളുടെ പേര് പറയാം. ഇത് നമുക്ക് പിന്നീടൊക്കെ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പഠിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. 7 തലയുള്ളതായിരിക്കുന്ന ഒരു മൃഗം കയറി വരുന്നത് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അത് ഈ റോമാ സാമ്രാജ്യത്തെ കുറിക്കുന്നതാണ്. അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട് 7 തല 7 മലകളാകുന്നു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പേരുകൾ ഒന്നറിഞ്ഞിരിക്കുന്നത് നമുക്ക് പിന്നീട് നന്നായിരിക്കും. പേരുകൾ പറയാം. 7 മലകളുടെ പേര് പറയാം. 1 ക്യാപിറ്റോളിൻ. എല്ലാവരും നോട്ട് ചെയ്തോണേ. ക്യാപിറ്റോളിൻ. 2 പാലന്റൈൻ. 3 അവന്റൈൻ. ക്യാപിറ്റോളിൻ, പാലന്റൈൻ, അവന്റൈൻ. 4 കോവേലിയൻ. 5 എസ്കിലൈൻ.
ക്യാപിറ്റോളിൻ, പാലന്റൈൻ, അവന്റൈൻ, കോവേലിയൻ, എസ്കിലൈൻ. 6 കിറിനൽ. 7 വിമിനൽ. ക്യാപിറ്റോളിൻ, പാലന്റൈൻ, അവന്റൈൻ, കോവേലിയൻ, എസ്കിലൈൻ, കിറിനൽ, വിമിനൽ. അങ്ങനെ 7 മലകളിൽ ഈ പട്ടണം വ്യാപിപ്പിക്കുകയും അതൊരു വലിയ സാമ്രാജ്യമായി തീരുകയും ചെയ്തു. എന്നാൽ അതിന്റെ ആദ്യ ചക്രവർത്തിയായി വന്നത് ജൂലിയസ് സീസർ ആയിരുന്നു. ജൂലിയസ് സീസർ. സീസർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി എന്നുള്ളതായ അർത്ഥം മാത്രമേ ഉള്ളൂ കേട്ടോ. ജൂലിയസ് സീസർ. നമുക്കറിയാം, റോമാ സാമ്രാജ്യം നിലവിലിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ജനിക്കുവാനായിട്ട് ഇടയായത്. അങ്ങനെ കർത്താവ് ജനിക്കുവാനായിട്ട് ഇടയാകുകയും തുടർന്ന് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ദൈവസഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനും ഒക്കെ ഇടയായത് ഈ റോമാ സാമ്രാജ്യം നിലവിലിരുന്നതായ കാലഘട്ടത്തിലാണ്. പലരും ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശു ലോകത്തിൽ ജനിച്ചുവെന്ന്. യേശു എന്ന് പറയുന്ന ഒരാള് ലോകത്തിൽ ജീവിച്ചിരുന്നോ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആ ചരിത്രത്തിൽ യേശുവിനെ ലോക ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും. ഒരിക്കലും യേശുവിന്റെ ജനനത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ചരിത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ദൈവസഭ ഭൂമിയിൽ പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിക്കപ്പെടുകയും തുടർന്ന് ദൈവസഭ ഈ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം നിലവിലിരുന്നതായ കാലത്ത് റോമൻ ഭരണകൂടത്തിൽ നിന്ന് ദൈവസഭ വളരെ പീഡകൾ അനുഭവിപ്പാനായിട്ട് ഇടയായി. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകമൊക്കെ വായിച്ചു നോക്കിയാൽ അപ്പോസ്തലന്മാരും അന്നുണ്ടായിരുന്ന ദൈവമക്കളൊക്കെ ഒരുപാട് പീഡകളും ഉപദ്രവങ്ങളൊക്കെ റോമൻ ഭരണകൂടത്തിൽ നിന്ന് അനുഭവിപ്പാനായിട്ട് ഇടയായെന്നുള്ള കാര്യം അത് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യം അല്ല. ആയിരക്കണക്കിന് വിശ്വാസികളെ, ദൈവമക്കളെ റോമൻ ഭരണകൂടം കൊന്നൊടുക്കുവാനായിട്ടിടയായി. തന്റെ ദാസന്മാര് രക്തസാക്ഷികളായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ആ സാമ്രാജ്യ മുഖാന്തരം ഇടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കുന്ന ഒരു ഭരണമായിരുന്നു ആരുടെ ഭരണം? റോമാ ഭരണം എന്നുള്ളതായ കാര്യം, റോമാ സാമ്രാജ്യത്തിന്റെ ഭരണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. ഒരു കാര്യം ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉരുക്ക് പോലുള്ള ശക്തിയുള്ളതായ ഭരണകൂടമായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ ഭരണമെങ്കിലും
ആ ഭരണകാലത്തും ദൈവസഭ വളർന്നുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവസഭയുടെ തുടക്കത്തിൽ തന്നെ വളരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അതുപോലെ ക്രൂര മരണങ്ങളൊക്കെ ആ കാലത്ത് നടന്നുവെങ്കിലും ദൈവസഭയെ മുടിച്ചു കളയുവാൻ അവർക്ക് സാധിച്ചില്ല, ഇന്നും സാധിക്കത്തില്ല എന്ന് ദൈവമക്കൾ ഓർത്തിരിക്കുകയാണ്. ഇന്നും ജയത്തിന്റെ കൊടി പാറി പറപ്പിച്ചുകൊണ്ട് ദൈവസഭ മുന്നേറുന്നതായ ഒരു സംഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ സുവിശേഷത്തിന്റെ വാതിൽ പല സംസ്ഥാനങ്ങളിലും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, ദൈവദാസന്മാര് കൊല്ലപ്പെടുന്നു, ജയിലുകളിൽ അവരെ ആക്കി തീർക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവസഭയെ മുടിച്ചു കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ബിംബത്തിന്റെ 4-ാം ഭാഗമായിരിക്കുന്ന ഇരുമ്പ് കൊണ്ടുള്ളതായിരിക്കുന്ന തുട റോമൻ സാമ്രാജ്യമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ AD 364 എന്നാരംഭിച്ചതാണ്. BC 30 ആരംഭിച്ച് ഏതാണ്ട് AD 364 ഈ സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുവാനിടയായി. റോമാ സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുവാനായിട്ടിടയായി. പാശ്ചാത്യ റോമ എന്നും പൗരസ്ത്യ റോമ എന്നുമുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തു? റോമാ സാമ്രാജ്യം വിഭജിക്കപ്പെടുവാനായിട്ടിടയായി. ഇതൊക്കെ ചരിത്ര ഭാഗങ്ങളായതുകൊണ്ട് ചിലർക്ക് ഇൻട്രസ്റ്റ് കാണത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെല്ലാം ദൈവം അതിനടിസ്ഥാനത്തിൽ എത്രയോ ശരിയാണെന്നുള്ള കാര്യമാണ് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുള്ള കാര്യം കൂടെ ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം ദൈവവചനത്തിനെതിരല്ല, ദൈവവചനത്തെ തെളിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അല്പമായിട്ടുള്ള ചരിത്രം നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് വന്നത്. അങ്ങനെ AD 364 ആയപ്പോൾ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നതായ ഒരുക്ക് ഭരണകൂടം എന്ത് ചെയ്തു? രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഏതൊക്കെ? പാശ്ചാത്യ റോമായും പൗരസ്ത്യ റോമായും ആയിട്ടത് വിഭജിക്കപ്പെടുവാനിടയായി. പാശ്ചാത്യ റോമ എന്ന് പറയുന്ന വിഭാഗം ഹൊണോറിയസ് എന്ന് പറയുന്ന ഒരാളുടെ കീഴിലാണ് വരാനിടയായത്. ഹൊണോറിയസ്, ആ ചക്രവർത്തിയുടെ പേരാണ് ഹൊണോറിയസ്. പൗരസ്ത്യ റോമ ആർക്കോഡിയസ് എന്ന് പറയുന്ന മറ്റൊരു ഭരണാധിപന്റെ കീഴിൽ വരുവാനിടയായി. ഭരണാധിപന്മാരുടെ പേരെന്തൊക്കെയാണ്? പൗരസ്ത്യ റോമ എന്ന് പറയുന്ന വിഭാഗം ഹൊണോറിയസ് എന്ന് പറയുന്ന ഭരണാധിപന്റെ കീഴിലും, പൗരസ്ത്യ റോമ എന്ന് പറയുന്നതായ ഭാഗം ആർക്കോഡിയസ് എന്ന് പറയുന്ന ഭരണാധിപന്റെ കീഴിലും വരുവാനായിട്ടിടയായി. നമുക്കറിയാം, ശരീരത്തിൽ രണ്ട് കാലുകൾ സ്ഥിതി ചെയ്യുന്നത് പോലെ റോമാ സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു ചിന്ത, ഒരാശയം വരുവാനായിട്ടിടയാകുന്നത്.
തുടർന്ന് ഓരോ കാലിലും 5 വിരൽ വീതം ഉള്ളതുപോലെ പാശ്ചാത്യ റോമായുടെ ഭാഗത്ത് 5 രാജ്യങ്ങളും പൗരസ്ത്യ റോമയുടെ ഭാഗത്ത് 5 രാജ്യങ്ങളും, അങ്ങനെ 10 രാജ്യങ്ങൾ ഈ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. പാശ്ചാത്യ റോമയുടെ ഭാഗത്തുള്ള 5 രാജ്യങ്ങളുടെ പേര് പറയാം. ഒന്ന് ഫ്രാൻസ്, രണ്ട് സ്പെയിൻ, മൂന്ന് ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി. 4 ആസ്ട്രിയ, 5 ബ്രിട്ടൻ. ഇതാണ് പാശ്ചാത്യ റോമയുടെ ഭാഗത്തുള്ള 5 രാജ്യം. അടുത്തത് പൗരസ്ത്യ റോമയുടെ ഭാഗത്തുള്ള 5 രാജ്യങ്ങൾ. ഗ്രീസ്, ടർക്കി. ഒന്നാമത്തത് ഗ്രീസ്, രണ്ടാമത്തത് ടർക്കി. മൂന്നാമത്തത് ബൾഗേറിയ. ബൾഗേറിയ. നാല് സിറിയ. അഞ്ചാമത്തത് ഈജിപ്ത്. ഗ്രീസ്, ടർക്കി, ബൾഗേറിയ, സിറിയ, ഈജിപ്ത്. ഇങ്ങനെയാണ് നെബൂഖദ്നേസർ രാജാവ് കണ്ടതായിരിക്കുന്ന ബിംബത്തിന്റെ 4 ഭാഗങ്ങൾ നമുക്ക് നൽകുന്നതായിരിക്കുന്ന പഠനം. ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ലോകീയ സാമ്രാജ്യങ്ങളിൽ അഭ്യുന്നതി പ്രാപിച്ചതായ 4 സാമ്രാജ്യങ്ങളുടെ ചരിത്ര ഭാഗങ്ങളാണ് നമുക്ക് ലഘുവായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്ന് ബാബിലോൺ സാമ്രാജ്യം, തങ്കം കൊണ്ടുള്ള തല. 2 വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകളും, മേദ്യ പാർശ്യ സാമ്രാജ്യം. 3 താമ്രം കൊണ്ടുള്ള വയറും അരയും, അത് ഗ്രീസ് സാമ്രാജ്യം. 4 ഇരുമ്പ് കൊണ്ടുള്ള തുട, കാല്, അത് റോമ സാമ്രാജ്യം. ഇത്രമാത്രം ശക്തിയുള്ളതായിരിക്കുന്ന സാമ്രാജ്യങ്ങളൊക്കെ ലോകത്തിൽ അഭ്യുന്നതി പ്രാപിച്ചതാണെങ്കിലും അത് ഓരോ കാലഘട്ടങ്ങളിൽ ഉദയം ചെയ്തു, ഓരോ കാലഘട്ടങ്ങളിൽ അത് അസ്തമിക്കുവാനായിട്ടിടയായി. എന്താണ് നമുക്കിതിൽ നിന്ന് ഗ്രഹിപ്പാൻ കഴിയുന്നത്? ഏത് ശക്തിയുള്ള സാമ്രാജ്യങ്ങൾ നിലവിൽ വന്നാലും, ശക്തന്മാരായ ഭരണാധികാരികൾ ഭരണം നടത്തിയാലും, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഓരോ ഭരണകൂടങ്ങളും ലോകത്തിൽ നിലനിൽക്കത്തില്ല. തുടർന്ന് റോമാ സാമ്രാജ്യം AD 364 രണ്ടായിട്ട് പിരിഞ്ഞ് അതിന്റെ ശക്തി
ക്രമേണ ക്ഷയിച്ച് ഇന്ന് ഒരു റോമാ സാമ്രാജ്യം ലോകത്തിലില്ല. എങ്കിലും ഒരു കാര്യം ഓർക്കണം, റോമൻ ബയലോ പല രാജ്യങ്ങളിലും അതും തുടരുന്നുണ്ട്. അവരുടെ ബയലോ നിയമം പല രാജ്യങ്ങളും അത് ഏറ്റെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി റോമാ സാമ്രാജ്യം ലോകത്തിലില്ല എങ്കിലും പരോക്ഷമായി റോമാ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾ ബയലോ പല രാജ്യങ്ങളും ഇന്നും അനുഗമിക്കുന്നുണ്ട്. നമുക്കറിയാം, കർത്താവ് വന്ന് സഭയെടുത്തുകൊള്ള ശേഷം ആ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണം പോലെയുള്ള ഒരു ഭരണം ലോകത്തിൽ വരും എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ്. എന്നാൽ എല്ലാ സാമ്രാജ്യങ്ങളെയും തകർത്തുടച്ചുകൊണ്ട് കൈതൊടാതെ പറഞ്ഞു വന്നതായ കല്ല് ഈ ബിംബത്തെ അടിച്ച് വേനൽക്കാലത്തെ ആ പൊടി പോലെ പതിറുപോലെ ഈ ബിംബത്തെ തകർത്ത് കളഞ്ഞ ശേഷം പറഞ്ഞു വന്ന കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നതുപോലെ സകല ലോകരാജ്യങ്ങളെയും തകർത്തുടച്ചുകൊണ്ട് ഇന്നത്തെ ഭരണകൂടങ്ങളെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് ലോകത്തിൽ വരും. അവൻ ഒരു രാജ്യം സ്ഥാപിക്കും. പർവ്വതമായി തീർന്ന കല്ല് പോലെ 1000 വർഷം 1000 വർഷം നമ്മുടെ കർത്താവ് ലോകത്തെ ഭരിക്കുമെന്നുള്ളതായ സത്യം ഈ നെബൂഖദ്നേസർ രാജാവ് കണ്ടതായ സ്വപ്നത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സാമ്രാജ്യങ്ങളെല്ലാം ലോകത്തിൽ വന്ന് ഉദയം ചെയ്ത് അസ്തമിച്ചു. അത് ചരിത്രം സംഭവിച്ചതാണെങ്കിൽ മേലാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും താമസമിന സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം ദൈവമക്കൾ ഓർക്കണം. ദൈവത്തിന്റെ വചനം എത്ര വിശ്വാസയോഗ്യമാണ് എന്നാണ് ഈ ഭാഗം നമ്മളെ ഇന്ന് രാത്രി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബിംബത്തിന്റെ ഈ പഠനം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും വീണ്ടും നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ള ഭാഗങ്ങളായതുകൊണ്ട് ഈ ഭാഗങ്ങൾ ആരും മറന്നു പോകരുത്. അത് നമ്മുടെ ഓർമ്മയിലിരിക്കണമെന്ന് ഇന്ന് രാത്രി ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇനി നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 3-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലെ വിഷയം എന്തായിരുന്നു? അതായത് തീച്ചൂള എന്നുള്ളതാണ് 3-ാം അധ്യായത്തിലെ വിഷയം. ഈ 3-ാം അധ്യായത്തിലെ വിഷയവും 6-ാം അധ്യായത്തിലെ വിഷയവും ഏതാണ്ട് വളരെ സാമ്യമുള്ളതാണ് എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ 3-ാം അധ്യായത്തിൽ തൻ്റെ ദാസന്മാരായ ശദ്രക് മേശക് അബേദ്നെഗോവിനുണ്ടായതായ തീച്ചൂളയിലെ പരിശോധന പോലെ 6-ാം അധ്യായത്തിൽ ദൈവത്തിന് ദാസനായിരിക്കുന്ന ദാനിയേലിനുണ്ടായതായ സിംഹഗുഹ എന്ന പരിശോധനയാണ് അവിടെ നേരിടുവാനായിട്ടിടയായത്. ഇത് രണ്ടും ഏകദേശം സാമ്യമുള്ളതായിരിക്കുന്ന പരിശോധനയാണ്. ദൈവമക്കൾക്ക് ഏത് കാലത്തും പരിശോധനയുണ്ട് കേട്ടോ. വിശ്വാസത്തിൽ നിൽക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പരിശോധനയുണ്ടെന്നുള്ള കാര്യം ദൈവമക്കൾ മറക്കരുത്. നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം ഉണ്ടല്ലേ. ഞങ്ങളൊക്കെ പഠിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു 2-3 എക്സാമേ വലുതായിട്ടുള്ളൂ. ഒരു ഓണപരീക്ഷയുണ്ട്, പിന്നെ ഒരു ക്രിസ്തുമസ് പരീക്ഷയുണ്ട്, പിന്നെ ഒരു വലിയ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷയുണ്ട്. അങ്ങനെ 3 പരീക്ഷയാണ് ഒരു വർഷത്തിൽ. പക്ഷേ ഇന്ന് വന്ന് എല്ലാ ആഴ്ചയിലും പിള്ളേർക്ക് പരീക്ഷയാണ് അല്ലേ. കൊച്ച് ബാഗും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇന്ന് പരീക്ഷയുള്ള ദിവസമാണെന്ന്. കാരണം അവന്റെ മുഖം അത് വിളിച്ചറിയിക്കും.
എത്ര പ്രയാസപ്പെട്ട് വേദനിച്ച് വിഷമിച്ചാണ് ഒരു കുഞ്ഞിന്ന് സ്കൂളിൽ പോകുന്നത്, അല്ലേ? അപ്പൊ വഴിയിൽ നിന്ന് കളിക്കുന്ന ഒരു കൊച്ചു പറയുകയാണ്, എന്നെ നോക്കി പഠിക്കേ, എനിക്ക് പരീക്ഷയില്ല. എന്താ കാരണം? അവൻ ഇതുവരെ സ്കൂളിൽ പോലും ചേർത്തിട്ടില്ല. അവനാ പറയുന്നത് എനിക്ക് പരീക്ഷയില്ലെന്ന്. അപ്പൊ ഒരു കാര്യം ദൈവമക്കൾ ഓർത്തോണം, വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നുവെങ്കിൽ പരീക്ഷയുണ്ട്. എന്തിനാണെന്നറിയാമോ? നാം പഠിച്ചതെല്ലാം ഒന്നുകൂടെ ഓർക്കുവാനും എത്രയും പഠിച്ചു എന്നറിയുവാനും അടുത്ത ക്ലാസ്സിലേക്ക് ഒരു കയറ്റം കിട്ടുവാനൊക്കെയാണ് പരീക്ഷ. അതുകൊണ്ട് ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷയുടെ മധ്യത്തിൽ ആരും തളരരുത്, ആരും ക്ഷീണിച്ചു പോകരുത്. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനിൽ കൂടെ പ്രാരംഭമായി നാം കേട്ടതായിരിക്കുന്ന വിഷയം തന്നെ ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷയുടെ മധ്യത്തിൽ ദൈവമക്കൾ തളരരുത്. കർത്താവ് നമ്മുടെ പരീക്ഷയിൽ കൂടെയുള്ളവനാണ്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതെ, കർത്താവ് പരീക്ഷയിൽ സഹായിക്കുന്നവനാണ്. കാരണം കർത്താവിന് നേരിട്ട പരീക്ഷയിലെല്ലാം കർത്താവ് വിജയിച്ചവനായിരിക്കുന്ന ഒരു കർത്താവ് കൂടെ ഉള്ളിടത്തോളം കാലം നാം അനുഭവിക്കുന്ന പരീക്ഷയിൽ നമുക്ക് തളരാനിടയാകരുത്. അവൻ നമ്മെ നീക്കുപോക്ക് നടത്തി പരീക്ഷയിൽ വിജയം തരുവാൻ കഴിവുള്ളവനാണ്. നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കാറില്ല. എടുപ്പിക്കുവോ? ഇല്ല. അതിനേക്കാൾ പഠനമുള്ള ഒരാളെ കൊണ്ട് ട്യൂഷൻ എടുക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായി അതിൽ ജയിച്ചവനായ ഒരു കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. പരീക്ഷ വരുമ്പോൾ തളരരുത്, ക്ഷീണിക്കരുത്. കർത്താവ് നമ്മോട് കൂടെയുള്ളവനാണ്. 1-ാം അധ്യായത്തിൽ, ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ, അവിടെ തൻ്റെ മക്കൾക്ക്, അതായത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് പേരുമാറ്റം ഉണ്ടായി, ഭക്ഷണമാറ്റം ഉണ്ടായി. എന്നാൽ 3-ാം അധ്യായത്തിൽ ആരാധനാമാറ്റം എന്ന പരീക്ഷയാണ് വരാനിടയായത്. നോക്കിക്കേ, ഓരോ കാലഘട്ടങ്ങളിലും ദൈവമക്കൾക്ക് വിവിധമായ പരീക്ഷകളാകട്ടോ. ഞാന് വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചു, കുറെ നാള് കർത്താവിനിങ്ങനെ സേവിച്ച് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഈ പ്രായമൊക്കെ ആയി തീരുമ്പം പരീക്ഷയുടെ ശക്തി കുറയുമെന്നാ ഞാൻ ചിന്തിച്ചത് കേട്ടോ. എന്തൊരു മണ്ടത്തരമായിരുന്നറിയാവോ. ഇപ്പോഴാ മനസ്സിലായത്, വർഷങ്ങൾക്കനുസരിച്ച് ശക്തിയുള്ള പരീക്ഷയാ വരുന്നത് കേട്ടോ. ഈ നഴ്സറി പഠിക്കുന്ന പിള്ളേരുടെ പരീക്ഷ എന്തുവാ? APPLE എന്നൊക്കെ എഴുതിയാൽ മതി, അല്ലേ? 1 തൊട്ട് 10 വരെയൊക്കെ എഴുതിയാൽ മതി. പക്ഷെ PhD പഠിക്കുന്ന കുഞ്ഞിനെ ആപ്പിളും കൊണ്ടിരുന്ന് ഒക്കുവോന്ന് ഇല്ല. അതിനനുസരിച്ച് ശക്തിയുള്ള ക്വസ്റ്റ്യനാ വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നിസ്സാരമാണെന്ന് ആരും ചിന്തിക്കരുത്. വളരെ പ്രയാസ പ്രതികൂലങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും നമുക്ക് നേരിടുന്നത്. ഇവിടെ 3-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത്, രാജാവ് ഒരു സ്വർണബിംബത്തെ നിർത്തിയിട്ട് പറഞ്ഞു, എല്ലാവരും ഈ ബിംബത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. കുഴൽ, തമ്പുരു, വീണ, നാദസ്വരം എന്ന് വേണ്ടതായ വാദ്യ ഉപകരണങ്ങൾ നീട്ടി ഊതുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യണം? ഈ ബിംബത്തെ നമസ്കരിക്കണം. എല്ലാ മതങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് രാജാവ് ഉണ്ടാക്കിയതായ ഈ സ്വർണബിംബത്തെ കുറിച്ച് നമസ്കരിക്കുവാൻ എന്ന് വരുന്നത്, ഭാവിയിൽ എതിർക്രിസ്തുവിന്റെ കാലത്ത് എതിർക്രിസ്തുവിന്റെ പ്രതിമയെ നമസ്കരിക്കണമെന്നുള്ളതായിരിക്കുന്ന ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നതെന്ന് മറക്കരുത്. ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ശേഷം ഈ ലോകത്തിലേക്ക് ഭരണകർത്താവായിട്ട് എതിർക്രിസ്തു രംഗപ്രവേശനം ചെയ്യും. അങ്ങനെ അവൻ ഭരണത്തെ കഠിനമാക്കി മുൻപോട്ട് പോകുമ്പോൾ അവൻ പറയും, എന്റെ പ്രതിമ
ദേശദേശാന്തരം സ്ഥാപിക്കണം. മാത്രമല്ല ആ കാലത്ത് ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഈ പ്രതിമയെ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അങ്ങനെ വരാൻ പോകുന്ന ഭാവിയിലെ കാര്യത്തെയാണ് ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലെ സംഭവം വിളിച്ചറിയിക്കുന്നത്, അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ അധ്യായത്തിലെ തുടർന്നുള്ള കാര്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ അടുത്ത